അസ്സലാമലൈക്കും. നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഗൂഗിൾ? എല്ലാവർക്കും അറിയാം. അതിന്റെ ഉപയോഗം എന്താണെന്നും ഗുണം എന്താണെന്നും ദോഷം എന്താണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? എങ്കിൽ ഗൂഗിളിന്റെ ലോഗോയിൽ അടങ്ങിയിരിക്കുന്ന ചില കളറുകളുണ്ട്: നീല, പച്ച, മഞ്ഞ, ചുവപ്പ്. ഈ കളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, അല്ലേ? ഗൂഗിളിന്റെ ഏത് ലോഗോ എടുത്തു കഴിഞ്ഞാലും ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ വൺ, ഗൂഗിൾ TV, ക്രോം, അതുപോലെ ഗൂഗിൾ പേ, ഗൂഗിൾ കലണ്ടർ, അങ്ങനെ ഗൂഗിളിനുള്ള എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാലും അതിലുണ്ടാകും ഒരു കളറുകൾ, പ്രത്യേകമായിട്ടുള്ള കളറുകൾ ഉണ്ടാവും: നീല, പച്ച, മഞ്ഞ, ചുവപ്പ്. എന്താണ് ഈ കളറിന്റെ പ്രത്യേകത? ഇതിന്റെ അർത്ഥങ്ങൾ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടാകാം. അറിയുന്നവർ തീർച്ചയായും അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അറിയാത്തവരായിട്ടുള്ള ഒരുപാടുണ്ടാവും. കാരണം ഈ ലോകത്ത് അറിയുന്നവരെക്കാൾ കൂടുതൽ അറിയാത്തവരാണ്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോഗോയിലെ നിറങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങളും പിന്നെ സൃജനാത്മകമായിട്ടുള്ള ചിന്തകളുമാണുള്ളത്. ലളിതമായി തോന്നുന്ന ഈ നിറങ്ങൾ ഗൂഗിളിന്റെ സ്വഭാവവും ലക്ഷ്യങ്ങളും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റാണ് നിറങ്ങളുടെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എന്നീ നിറങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ കുറച്ചു മുന്നേ? ആ നിറങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നും പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്തേതാണ് നീല എന്നുള്ള കളറ്. ഈ നിറത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസ്യത, ബുദ്ധി, സ്ഥിരത എന്നിവയെ സൂചിപ്പിക്കുക. പിന്നെ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ ലോകത്തിന്റെയും പ്രതീകമായിട്ടാണ് നീല നിറത്തെ കാണുന്നത്. ഇനി രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ്. ചുവപ്പ് എന്ന് പറയുന്നത് തീവ്രത, ഊർജം, നിശ്ചയദാർഢ്യം എന്നിവയെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഗൂഗിളിന്റെ നവീകരണ ശേഷിയെയും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി മഞ്ഞ നിറമാണ്. മഞ്ഞ കളറിനെ സൂചിപ്പിക്കുന്നത് സന്തോഷവും ആശാവാദവും ജ്ഞാനവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ മഞ്ഞ നിറത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഉപയോക്താക്കളുടെ അനുഭവം ആസ്വാദകരമാക്കാനും ഗൂഗിൾ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു മഞ്ഞ നിറത്തിന്റെ പ്രത്യേകതയാണ്. ഇനി പച്ച നിറമാണ്. വളർച്ച, അതുപോലെ തന്നെ പുതുമ, പ്രകൃതി എന്നിവയുടെ പ്രതീകം. അങ്ങനെയാണ് പച്ച നിറത്തെ കാണുന്നത്. ഇത് പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരതയുമുള്ള സാങ്കേതിക വിദ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു ഈ പച്ച നിറത്തെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രഹസ്യങ്ങളാണ്. പ്രാഥമിക നിറങ്ങളുടെ ഉപയോഗം ഒന്നാമത്താണ് പ്രാഥമിക നിയമങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഗൂഗിൾ ലോഗോയില് നീല, പച്ച, ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളുണ്ടെന്ന് മുന്നേ പറഞ്ഞല്ലോ. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ പ്രാഥമിക നിറങ്ങളായിട്ടാണ് നീലയും ചുവപ്പും മഞ്ഞയും കാണുന്നത്. ഓക്കെ, ഈ ആശയത്തെ വ്യത്യസ്തമായിട്ടാണ് ലോഗോയിൽ പച്ച നിറത്തെ കാണിക്കുന്നത്. ഒരു ദ്വിതീയ നിറമായിട്ടാണ് പച്ച നിറത്തെ ചേർത്തിരിക്കുന്നത്. ഇത് ഗൂഗിളിന്റെ വൈവിധ്യം എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് ക്രമത്തിലെ വ്യത്യാസമാണ്. ആദ്യത്തെ ജി നീലയെയും രണ്ടാമത്തെ ഒ ചുവപ്പിനെയും മൂന്നാമത്തെ ഒ മഞ്ഞയെയും അതുപോലെ തന്നെ ജി നീലയെയും എൽ പച്ചയെയും ഈ ചുവപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത്. നിറവ്യത്യാസം ലോഗോയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിറത്തെ സംഘടിപ്പിച്ചത്. ഇനി ലളിതമായ ഡിസൈൻ അടുത്തത്. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ലാളിത്യവും ഗൂഗിളിന്റെ സ്പീഡ്, സാധ്യത, എളുപ്പം എന്നിവയെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. 1998 സ്ഥാപകർ സെർജി ബ്രിൻ ലാറി പേജ് ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ലളിതമായ ഈ ഒരു ലോഗോയിലായിരുന്നു. പിന്നീട് റൂത്ത് കെദാർ എന്ന ഡിസൈനറാണ് ഇതിനെ പരിഷ്കരിച്ചത്. ഈ നിറങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചാണ് കേട്ടോ. കാലക്രമേണ ലോഗോയിലെ നിറങ്ങളുടെ ഷേഡുകൾ മാറിയിട്ടുണ്ട്. പക്ഷേ ക്രമവും അർത്ഥവും അതേപടി നിലനിന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2015 ഗൂഗിൾ ഫ്ലാറ്റ് ഡിസൈനറായി മാറ്റം വരുത്തി, അല്ലേ? ഡിസൈനായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. നിറങ്ങൾ തിളക്കമുള്ളതാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് പറയുന്നത് മനഃശാസ്ത്രപരമായ പ്രഭാവമാണ്. നിറങ്ങളുടെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉപയോഗിച്ചാണ് ഗൂഗിൾ ഉപയോക്താക്കളിൽ വിശ്വാസവും സന്തോഷവും സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന് മഞ്ഞ സന്തോഷവും പച്ച സുഖപ്രദമായ അനുഭവവും സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു. ചുരുക്കത്തിൽ ഗൂഗിളിന്റെ നിറങ്ങൾ അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യം, ഉപയോക്തൃ സൗഹൃദ ആശയം, അതായത് ഉപയോക്തൃ സൗഹൃദ ആശയം എന്നിവയുടെ ഒരു സംയോജനമായിട്ടാണ് ഈ ഗൂഗിളിന്റെ ഈ ഒരു നിറങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗൂഗിളിന്റെ നിറങ്ങളുമായിട്ടുള്ള പ്രത്യേകതയും അതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്നവർ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
ഇതുപോലെയുള്ള ആശയങ്ങളും വീഡിയോകളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.